അല്ല, അത് ഉണ്ടാവണമല്ലോ. നമുക്ക് നിലവിലെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉപേക്ഷിച്ചതാണ്. ഞങ്ങളല്ല ഉപേക്ഷിച്ചത്. സിൽവർ ലൈൻ പദ്ധതി ഞങ്ങളെടുത്ത തീരുമാനം എന്താ? ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയ വിജ്ഞാപനം അപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലം എടുത്തിരിക്കുകയാണ്. അവരോട് ശത്രുക്കളെ പോലെ പെരുമാറേണ്ട ആവശ്യമില്ലല്ലോ. പദ്ധതി വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്തിനാണ് ആ സ്ഥലം എടുപ്പിന്റെ വിജ്ഞാപനം? നിങ്ങൾക്കറിയാലോ, സ്ഥലം വിൽക്കാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല, നോട്ടിഫൈ ചെയ്താ. മകളുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ മക്കളുടെ കല്യാണം സാധാരണക്കാരുടെ നാട്ടിൽ നടത്തുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ കൊണ്ട് പണയം വെച്ചിട്ടില്ലേ? അതുപോലും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി ആയതുകൊണ്ടാണ് ഞങ്ങളത് ഡീനോട്ടിഫൈ ചെയ്ത് അത് സഹായിച്ചത്. അല്ല, PMCയുടെ കാര്യം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മന്ത്രിസഭയിലും ചർച്ച ചെയ്തതിന് ഈ ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എങ്ങനെ? അല്ല, തീർച്ചയായിട്ടും നോക്കണല്ലേ. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി? അത്ര ദിവസമല്ലേ ആയല്ലേ. അതിന്റെ ഇടയിൽ ഞങ്ങള് മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകൾ വിഭജനം നടത്തി, ഞങ്ങൾ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടെ അനുസരിച്ചിട്ട് പുതിയ സെക്രട്ടറിമാരുടെയും മറ്റ് നിയമനങ്ങൾ, ഡിപ്ലോയ്മെന്റ് ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി മന്ത്രിസഭ അപ്രൂവ് ചെയ്തു. ബജറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തു. അല്ല, ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അത് അല്ല, അത് നമ്മളിപ്പോ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് അടുത്ത ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതിന്റെ റിപ്പോർട്ട് തരാൻ കിഫ്ബിയുടെ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച് ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതല്ല, തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് അല്ലേ. നമുക്ക് ഇവിടെ കിട്ടുന്ന നികുതിയുടെ വിഹിതം നമുക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയിരുന്നത് 3.5 ആയിരുന്നു. ഇപ്പൊ 1.92 ആയിരുന്നു. ഇപ്പൊ 2.32 ആയിട്ട് അത് മാറി. കുറെ കൂടി കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ് ഞങ്ങളും പ്രതിപക്ഷവും പ്രസന്റേഷൻ നടത്തിയിരുന്നത് 16ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ. വളരെ ഗൗരവത്തോടുകൂടി സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങളും പ്രസന്റേഷൻ നടത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷം കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിന് 40% സ്റ്റേറ്റ് കൊടുക്കണമെന്ന്. അത് ഈ പുതിയ ഗവൺമെന്റിന്റെ മുകളിലാണ് ആ ബാധ്യത. പണ്ട് പൂർണ്ണമായി കേന്ദ്രം തന്നുകൊണ്ടിരുന്ന പണത്തിന്റെ 40% നമ്മൾ കണ്ടെത്തണം, വേണ്ടേ? മാത്രമല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മറ്റേ ഈ വൈറ്റ് പേപ്പറുകളുണ്ട്, വൈറ്റ് പേപ്പറിലെ രഹസ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് പേപ്പറായി പോകും.